അയോധ്യയിലെ ക്ഷേത്ര തട്ടിപ്പുണ്ടല്ലോ, അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന ഖജാൻജി തന്നെയാണ് അതിന് പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് പരിഹാരം? വിഷ്ണു സഹസ്രനാമം 251 ദിവസം വീതം 251 പ്രാവശ്യം ക്ഷേത്ര കോമ്പൗണ്ടിലും അതിന് ചുറ്റുമുള്ള ഗുരുകുലങ്ങളിലെല്ലാം ആലപിക്കുക. അതുവഴി തട്ടിപ്പിന് പരിഹാരമായതായിട്ട് കണക്കാക്കാം. അങ്ങനെ ശുദ്ധീകരണം നടത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ പരിഹാരം. അപ്പോൾ ഇനി ഈ സഹസ്രനാമ ആലാപനത്തിന് ഭക്തന്മാർ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും. അവർ ഭംഗിയായി നടത്തുന്നതിനാവശ്യമായ പണം വേണ്ടേ? ആ പണം അവർ പിരിച്ചെടുക്കും. ആ കൂട്ടത്തിൽ അടുത്ത കൊള്ളയും കൂടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ട്രസ്റ്റ് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി പറയുന്നത്. അദ്ദേഹം പറഞ്ഞെന്നല്ല, അദ്ദേഹം പറയാതെ പറയുന്നത്. ക്ഷേത്രം ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത സംഘപരിവാര സംഘടനകളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് ഈ രാമക്ഷേത്രം. ആരായിരുന്നു ഇതിൻ്റെ ശില്പി? ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങൾ A to Z കാര്യങ്ങളെല്ലാം നടത്തിയത് ആരാ? ഒരു മതേതര രാജ്യത്തെ പ്രധാനമന്ത്രി ശ്രീ മോദി. ഇതെന്തായത്? അദ്ദേഹം അതിൻ്റെ പൂജാരിയായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയത്. വിദേശത്തേക്ക് പോവുകയായിരുന്നു. പല വിദേശ രാജ്യങ്ങളിലും ചെന്ന് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ സൽഫലങ്ങൾ അദ്ദേഹം കൊയ്തു. എന്താ? അവിടുത്തെ ആ രാജ്യങ്ങളിലെല്ലാം പരമോന്നത ബഹുമതികളെല്ലാം അദ്ദേഹം നേടിയെടുത്തു. ചെറിയ കാര്യമാണോ അത്? തന്നെയല്ല, കൊച്ചു രാജ്യങ്ങളിൽ ചെന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ പണം പല വിധത്തിലുള്ള പ്രോജക്റ്റുകൾക്കായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു. എത്ര ധർമ്മിഷ്ഠനായ, എത്ര ഉദാരനായൊരു പ്രധാനമന്ത്രി! അങ്ങനെയുള്ള അദ്ദേഹം ഇതുവരെ വാതുറന്ന് എന്താ അയോധ്യയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. മണിപ്പൂർ കാര്യത്തിലും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ പ്രധാനമന്ത്രിയായ കാലത്ത് ഒരിക്കൽ പോലും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രത്യേകക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം ബാധ്യതയില്ല എന്ന് പറയുന്നയാളാണ്. ഇങ്ങനെയുള്ളവരെ പ്രധാനമന്ത്രിയാക്കിയ ജനതയുണ്ടല്ലോ, ആ ജനത മറ്റാരുമല്ല, അയോധ്യയിലെ പള്ളി പൊളിച്ചു കളഞ്ഞവർ, തീവ്രമായ ഹൈന്ദവ വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ കിടന്ന് തുള്ളിയവർ ഇവരൊക്കെയാണ്. ഒരു കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ. അതാണ് വംശം, ജാതി, മതം എന്നൊക്കെ പറയുമ്പോൾ രക്തം തിളയ്ക്കുന്നൊരു തലമുറയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജനതയാണ് ഇന്ത്യയിലുള്ളത്. അവരുള്ളിടത്തോളം കാലം ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരിക്ക് മുന്നോട്ട് പോകാം. ഇതിൻ്റെ പേരിൽ കുറച്ച് പണം പിരിച്ചിട്ട് പൊട്ടടിക്കാം. അത് സംഘപരിവാര സംഘടനകൾക്ക് എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ, ഹൈന്ദവ സംഘടനകളുടെ വലിയ ഒരു സംഘടന ഉണ്ടല്ലോ, ഹിന്ദു ഐക്യവേദി. അവരിപ്പോൾ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അവരെമ്പാടും നടന്ന് അഫ്ഗാനിസ്ഥാനിലോ ഉസ്ബെക്കിസ്ഥാനിലോ നടന്ന ഒരു കൊലപാതകം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. സാവരിയ അവർ അതിനു വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ്. ഈ വിവരങ്ങൾ എന്തുകൊണ്ട് അവരറിയുന്നില്ല എന്ന് അവരാണ് ജനങ്ങളോട് പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഖജാൻജിയോട് പറയാൻ. ഈ ശബരിമലയിൽ കൊള്ള നടന്നിരുന്നു.
അതൊരു പുരോഹിതനാണ് ഇതിന് പ്രധാനമായ കാരണക്കാരനായത്. അവിടെയും ഇതുപോലുള്ള വിഷ്ണു സഹസ്രനാമം ജപിച്ച് ശുദ്ധികലശം നടത്താവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ കൂടി ഒന്ന് തീരുമാനിച്ചാൽ ആ പാടി നടന്ന പാട്ടുണ്ടല്ലോ, സഖാക്കളാടേ അയ്യപ്പ എന്ന് പാടി നടന്നില്ലേ, അത് ഒഴിവാക്കി വിഷ്ണു സഹസ്രനാമം പാടിയാൽ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഓ, എന്തൊരു കണ്ടുപിടുത്തം! ഈ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആകുന്ന ഏറ്റവും വലിയ അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത ഭാരതരത്നം ഈ ക്ഷേത്ര ട്രസ്റ്റ് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഇല്ല.